ഇനി ഇതേ വാലിൻ്റെ ഭാഗത്തുനിന്ന് വലിയൊരു കഷ്ണം മുള്ളില്ലാതെ എടുത്തതാ ഇങ്ങനെ ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് മസാലപ്പുട്ടിനാണോ കരിമീൻ പൊള്ളിച്ചതിനാണോ മുഞ്ചെന്ന് ചോദിച്ചാൽ രണ്ടും അപാരം. എന്നാലും ഒന്നും കൂടി ചേച്ചി കരിമീൻ പൊള്ളിച്ചതിന് തന്നെയാണേ. അപ്പം നമ്മളിന്നേ നല്ല പെടയ്ക്കണ ഫ്രഷ് കരിമീനെ പിടിച്ച് നന്നാക്കി വരഞ്ഞ് നമ്മുടെ സ്പെഷ്യൽ മസാല തേച്ച് പുരട്ടി അപ്പച്ചെമ്പിൽ വെച്ചിട്ട് പൊള്ളിച്ചെടുക്കുകയാണ്. ഒരു തുള്ളി എണ്ണ ഇല്ലാതെ നമ്മൾ പൊള്ളിക്കുകയാണ്. സാധാരണ കരിമീൻ പൊള്ളിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ മസാല തേച്ചൊന്ന് വറുത്തിട്ടാണ് നമ്മൾ പൊള്ളിക്കുന്നത്. ഇതങ്ങനെയല്ല, മസാല തേച്ച് പിടിപ്പിച്ച് വറുക്കുന്നേ ഇല്ല, അപ്പച്ചെമ്പിൽ വെച്ച് ആവി കയറ്റിയിട്ടാണ്. അപ്പോൾ ഒന്നും കൂടെ സോഫ്റ്റ് ആയിരിക്കും, അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. മാത്രമല്ല ഡയറ്റ് ചെയ്യുന്നവർക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പി ആയിരിക്കും. അപ്പോൾ പൊള്ളിച്ചതിന് തിന്നാൻ പറ്റില്ല എന്നുള്ള ഖേദം വേണ്ടല്ലോ, അത് നോക്കുകയല്ലേ. നന്നായിട്ട് മൂപ്പിച്ച മസാല ഒരു ബെഡ് പോലെ ആദ്യം നമ്മളൊരു ലെയർ അങ്ങോട്ട് വെക്കുവാണ്. പിന്നെ മസാലയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഇവിടെ മീൻ എടുത്തു, കുറച്ച് മസാല നമ്മൾ മീനിൻ്റെ ഉള്ളിലോട്ട് പിടിപ്പിക്കണം. അങ്ങനെ എന്താ അപ്പോൾ അതാ മസാലയിൽ ഞാൻ കുളിപ്പിച്ചു. ഇനിതാ അതിൻ്റെ മുകളിൽ തക്കാളിയും കൂടി അങ്ങനെ വെച്ചു, സൈഡിൽ വെച്ചാൽ മതി. ഇനി വീണ്ടും മസാല എടുത്ത് മീനിൻ്റെ മുകളിലേക്ക് ഒരു ബെഡ് പോലെ ആക്കി. കുഞ്ഞായിട്ട് അരിഞ്ഞ് കുറച്ച് ഇഞ്ചി ഇങ്ങനെ ഇട്ടു, വെളുത്തുള്ളി, നാരങ്ങ നീര് കുറച്ചൊന്ന് പിഴിഞ്ഞു. ഞാൻ ഈ ചേട്ടനെ അങ്ങ് മൂടാൻ പോവാണ് കേട്ടോ, കെട്ടാൻ പോവാണേ. ചെറിയ മീനായതുകൊണ്ട് ഒരുപാട് വലിയ ഇലയുടെ ആവശ്യം നമുക്കില്ല. എന്നാൽ പോലും ഞാൻ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ അപ്പുറത്തെ മുറിയും കൂടെ എടുത്ത് പൊതിയുവാണേ. അപ്പോൾ ഒരാൾ റെഡിയായി. മീൻ കിട്ടിയ ചേട്ടാ, മീൻ കിട്ടിയോ? ആ, തോട്ടത്തിൽ പോയതായിരിക്കും അല്ലേ? ഞങ്ങൾ കരിമീൻ പൊള്ളിക്കുക. കരിമീൻ കിട്ടി, മസാല വെച്ച് പൊള്ളിച്ചോണ്ടിരിക്കുക. അപ്പോൾ ഇതാ നമ്മൾ ഉള്ളിൽ വെച്ചു. വെള്ളം തിളച്ചതിന് ശേഷം ഞാൻ ഉള്ളിൽ വെച്ചത്. ഇനി ആവി വന്നു. ആവി വന്നതിന് ശേഷം നല്ല വലിയ തീയിൽ 20 മിനിറ്റ്, തിരിച്ചു മറിച്ചൊന്നും നമുക്ക് ഇടാൻ പറ്റില്ല, ആവി വെയിൽ വേവിക്കല്ലേ, നല്ല തീയിൽ 20 മിനിറ്റായി നമ്മുടെ സാധനം റെഡിയായി. ഓക്കെ, റെഡിയാകുന്ന സമയം കൈയൊക്കെ ഒന്ന് കഴുകി ഇതിൻ്റെ കൂട്ടൊന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മസാല എന്തൊക്കെയാണെന്ന് പറയട്ടെ. അപ്പോൾ ഒരു 650 ഗ്രാം കരിമീൻ നന്നാക്കിയതിന് ശേഷമുണ്ട് കേട്ടോ. 650 ഗ്രാം എനിക്ക് തോന്നുന്നു അപ്പോൾ ഒരു 3/4 കിലോയിൽ കൂടുതലുണ്ടാവും. അത് നന്നായിട്ട് നന്നാക്കിയതിന് ശേഷം നമ്മളൊരു 200 ഗ്രാം ചെറിയുള്ളി നന്നാക്കി എടുത്തിട്ടുണ്ട്. 2 കുടം വെളുത്തുള്ളി, 2-3 ഇഞ്ച് വലുപ്പത്തിലുള്ളൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു 6 പച്ചമുളക്, പച്ചക്കാന്താരി ഉണ്ടെങ്കിൽ വലിയൊരു പിടി പച്ചക്കാന്താരി, ഇനി ഉണക്ക കാന്താരി ആണെങ്കിലും മതി കേട്ടോ. ഞാനിവിടെ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. വലിയൊരു പിടി കറിവേപ്പില, പിന്നെ കുറച്ച് നമ്മുടെ മല്ലിയില, പുതിനയില വേണ്ട, മല്ലിയില. പിന്നെ വേണ്ടത് 2 തക്കാളി, 2 കുഞ്ഞ് സപ്പോള, എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റുക. വഴറ്റി നന്നായിട്ട് വഴന്ന് വരുമ്പം അതിനകത്ത് നമ്മൾ പൊടികൾ ചേർക്കണം. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർക്കാം, മുളക് പൊടി ഒരു 2 ടേബിൾ സ്പൂൺ ചേർക്കാം, കുരുമുളക് പൊടി ഒരു 2 ടീസ്പൂൺ ചേർക്കാം, പിന്നെയോ പെരുംജീരകം പൊടിച്ചത് 3/4 ടീസ്പൂൺ ചേർക്കാം. എല്ലാം കൂടെ വഴന്നതിന് ശേഷം നല്ല തിക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്ന് നമുക്ക് അരച്ചെടുക്കാം. അതാണ് നമ്മുടെ മസാല. സല്ലാപമേറ്റുണർന്ന വാരിജങ്ങളും ശുഭരാഗരൂപിയാം നവനീത ചന്ദ്രനും സല്ലാപമേറ്റുണർന്ന വാരിജങ്ങളും. 20 മിനിറ്റായി കേട്ടോ. തുറക്കുവാണ്. അപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമ്മൾ എടുക്കുവാണേ. പ്ലെയിൻ ചട്ടിയാണ്, ഒരു തുള്ളി എണ്ണയില്ല, അതിലേക്ക് വെച്ചിട്ട് നമ്മുടെ ആവിയിൽ പൊതിഞ്ഞ കരിമീനെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാൻ പോവാം. ഏകദേശം ഒരു 2-3 മിനിറ്റ് ആയിട്ടോ. ഏകദേശം ഒരു ഐഡിയ ഉള്ളൂ കേട്ടോ, ഇതിൻ്റെ ഉള്ളിൽ വറ്റിയിട്ടുണ്ടാവും എന്നുള്ള. അതെ, വറ്റിയിട്ടുണ്ട്. ഞാനൊന്ന് തിരിച്ചിടട്ടെ. യെസ്, ഒന്ന് വാങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മസാലപ്പുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ പുട്ടുപൊടി നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിവിടെ സാധാരണ വെളുത്ത പുട്ടുപൊടി എടുത്തു, കൂടെ നമ്മുടെ ചോള പുട്ടുപൊടിയും കൂടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് രണ്ടും ഞാൻ കുഴച്ചിട്ടുള്ളത് ഒരു തേങ്ങയുടെ 2ാം പാലിലാണ് കുഴച്ചിട്ടുള്ളത്. ഉപ്പ് ചേർത്ത് കുഴച്ചു. ഒരു 3-4 കുഞ്ഞ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടു. ഒരു 2-3 പച്ചമുളക് കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടു. പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞിട്ടു. പിന്നെ ബീട്രൂട്ട് ശരിക്കും ഗ്രേറ്റ് ചെയ്ത് ഇട്ടാൽ മതി, ആവി കയറിയാൽ മതി. പക്ഷേ ചിലപ്പോൾ നമ്മുടെ മക്കൾക്ക് ഇഷ്ടമാവില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ ഒന്നൊന്ന് വേവിച്ചതിന് ശേഷം അരച്ചിടുകയാണ് ചെയ്തത്. അപ്പം അതിൻ്റെ വെള്ളം കളഞ്ഞിട്ടില്ല കേട്ടോ, അതും ഇങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ആവിയിൽ ഇങ്ങനെ പുഴുങ്ങിയെടുത്ത അത്യാവശ്യം എരിവുള്ള നല്ല രുചിയുള്ള പുട്ട് കിട്ടും. ഈ കരിമീൻ പൊള്ളിച്ചതിന് ബെസ്റ്റ് കോമ്പിനേഷൻ ഈ മസാലപ്പുട്ടാണ്. തിന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ മസാലപ്പുട്ട് ആദ്യം തിന്ന് നോക്കാം കേട്ടോ. പല പുട്ടും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും മസാലപ്പുട്ട് ഒരു ഊഹത്തിലൊക്കെ ഉണ്ടാക്കി തട്ടിയതാണേ. അടിപൊളി. പച്ചമുളകിന് ഒരു 2-3 കാന്താരിയും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ പൊളിച്ചു വരാൻ. പച്ചക്കറി തിന്നാത്ത മക്കൾക്ക് ഏത് പച്ചക്കറി വേണമെങ്കിലും
ഇതിന് ചേരുന്നത് ഗ്രേറ്റ് ചെയ്ത് ഇങ്ങനെ ഇടാം കേട്ടോ. ഇഷ്ടമായി. ഇതാ നമ്മുടെ മീനൊന്ന് തക്കാളിയിലെ പുളിയും ഗ്രേവി എല്ലാം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. മീനൊന്ന് വകഞ്ഞ് നോക്കട്ടെ. ഓ അടിപൊളി, ഒരു രക്ഷയില്ല കേട്ടോ. ഇതാ സൂപ്പർ സാധനം. നമ്മുടെ പൊള്ളിച്ചേന്റെ ടേസ്റ്റ് എല്ലാം കിട്ടുകയും ചെയ്തു. ഒരു തുള്ളി എണ്ണ ചേർന്നിട്ടില്ല. അപ്പൊ കൊളസ്ട്രോൾ ഉള്ളവർക്കും ഷുഗർ ഉള്ളവർക്കും വണ്ണം ഇനി കൂടുമെന്നുള്ള പേടിയുള്ളവർക്കും ഡയറ്റ് ചെയ്യുന്നവർക്കും ഒക്കെ അടിപൊളിയായിട്ട് കഴിക്കാം. ഇനി നമ്മുടെ ഈ മസാലയും കൂട്ടി നമുക്കൊന്ന് അടിക്കാം. പച്ചക്കറിയും എന്താ പച്ചമുളകും മസാലപ്പുട്ടിന്റെ രുചിയും എല്ലാം കൂടെ എടുത്ത് ചെറിയൊരു ഉരുളയാക്കി അടിപൊളി. ആ മുള്ളെന്നൊക്കെ വേർപെട്ട് വരുന്ന ആ ഒരു ശൈലി കാണുമ്പോൾ അറിയാം അത് എത്രമാത്രം സോഫ്റ്റ് ആയിട്ടുണ്ട്, എത്രമാത്രം ടേസ്റ്റ് ആയിട്ടുണ്ട്. കായലിന്റെ റാണി കരിമീൻ തന്നെ ആവുന്നതിന്റെ കാരണം ഇതാട്ടോ. അപാര ടേസ്റ്റ്. മസാല ഇതാ എല്ലാം കൂടെ ഞാൻ ഇങ്ങോട്ട് ഇടുവാണേ. ഇനി ഇതേ വാലിന്റെ ഭാഗത്തുനിന്ന് വലിയൊരു കഷ്ണം മുള്ളില്ലാതെ എടുത്തതാ ഇങ്ങനെ ഇതിന്റെ മുകളിലോട്ട് വെച്ച് ഒന്ന് അമർത്തി ഒന്നുരുട്ടി. മസാലപ്പുട്ടിനാണോ കരിമീൻ പൊള്ളിച്ചേനാണോ മുഞ്ചെന്ന് ചോദിച്ചാൽ രണ്ടും അപാരം. എന്നാലും ഒന്നും കൂടി രുചി കരിമീൻ പൊള്ളിച്ചേന് തന്നെയാണേ. കരിമീൻ പൊള്ളിച്ചത് വേറെ ലെവല്, മസാലപ്പുട്ട് നല്ല രുചിയുണ്ട്. അപ്പം എങ്ങനെ പരീക്ഷിക്കില്ലേ? ഒത്തിരി കഴിക്കുന്നില്ല. അടുത്ത കിടലൻ നാടൻ പരീക്ഷണ റെസിപ്പി ആയിട്ട് വരണവരെ നിങ്ങളുടെ സ്വന്തം അമ്മ.